ജി സുധാകരൻ ഇന്ന് CPM-നോട് വിട പറഞ്ഞ് അമ്പലപ്പുഴയിൽ UDF-ന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ആയിഷ പോറ്റിയാണ്. ആരാണ് ആയിഷ? രണ്ടാമത് നമ്മൾ കണ്ടത് ആയിഷ പോറ്റിയിലൂടെയാണ്. ആയിഷ പോറ്റി രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. കൊട്ടാരക്കരയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ പേരാവൂരിൽ സണ്ണി ജോസഫ് മത്സരിക്കുന്ന അതേ ചിഹ്നത്തിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ കൈപ്പത്തി ചിഹ്നത്തിൽ ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ മത്സരിക്കുക. UDF തെരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ച് ഷാഫി പറമ്പിൽ സ്വീകരണമൊരുക്കിക്കൊണ്ട് നടക്കുന്ന പൊതുയോഗത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇതിലൂടെ കാണുന്നത്. ഷാഫി പറമ്പിലും സ്ഥാനാർത്ഥി MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫും ഈ യോഗങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്. തുടർന്ന് വൻ ജനാവലി ഈ യോഗത്തിൽ പങ്കെടുത്ത ദൃശ്യങ്ങളും കാണാം. തുടർന്ന് കാണുക. അതിനപ്പുറത്തേക്ക് ഒരു ചിന്തിക്കണം. പനി വരുന്നത് പോലെയാ ക്യാൻസർ മനുഷ്യനെ കാർന്നു തിന്നുന്നത്. ജലദോഷം വരുന്നത് പോലെയാ ആളുകൾ കിഡ്നി രോഗികളായി മാറുന്നത്. നോക്കി നിൽക്കുന്നത് നേരം കൊണ്ട് ആളുകളുടെ കരളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വിജയിച്ച് ഒരു മന്ത്രിപദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ വൻപിച്ച ഭൂരിപക്ഷം ഈ കൊട്ടിയൂരിന്റെ മണ്ണിൽ നിന്ന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ ഏറെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്ന ഇതേ സമയത്താണ് പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ഏറ്റവും ലളിതമായ ഏറ്റവും മാന്യമായ രീതിയിൽ നിറപുഞ്ചിരിയോട് ഈ നാട്ടിലെ ജനങ്ങളോട് ഓട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നത്. പ്രിയപ്പെട്ട പിന്തുണയും ഒരിക്കൽ കൂടി ആവർത്തിച്ചവർ പ്രഖ്യാപിക്കുന്നതിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, MLA സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് UDF-ന്റെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, കൊട്ടിയൂരെ നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മഴയെ അവഗണിച്ചുകൊണ്ടും നിങ്ങളെല്ലാവരും ഇവിടെ കാത്തുനിന്ന് നമ്മളുടെ തെരഞ്ഞെടുപ്പ് യോഗം വിജയമാക്കിയതിന് ഞാനിവിടെ പറയാതെ തന്നെ വന്നപ്പോൾ ഹൃദ്യമായ സ്വീകരണം നൽകിയതിനും ആദ്യമേ തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന, കേരളത്തിൽ എവിടെ ചെന്നാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഷാഫി പറമ്പിൽ MP
എന്റെ തൊട്ട് പിറകെ വരുന്നുണ്ട്. വേറെ സണ്ണി ജോസഫ് ഉണ്ട്, എറണാകുളത്ത് നിന്നുള്ളൊരാള് വന്ന് മത്സരിക്കുന്നുണ്ട്. എന്താ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും സണ്ണി ജോസഫിനെ കൂടി വോട്ട് ചെയ്ത് എറണാകുളംകാരനെങ്ങനെ ജയിച്ചു പോയാൽ MLA കാണാൻ നിങ്ങൾക്ക് എറണാകുളത്ത് കൊണ്ടുവരും. ഇന്ദിരാ സീനറെ ശ്രദ്ധിക്കണം, സിസിലി പഞ്ചായത്ത് ദിവസം ശ്രദ്ധിക്കണം. MLA കാണണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കഴിഞ്ഞാൽ എനിക്ക് വോട്ട് പിടിക്കാൻ വരേണ്ട പ്രധാനപ്പെട്ട ആള് ഷാഫി പറമ്പിൽ പറഞ്ഞ് പ്രസംഗിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അധികം നീട്ടി പ്രസംഗിക്കില്ല, കാരണം പേരാവൂരും കരിക്കുളത്തും പരിപാടി. ആദ്യം പറയാം, കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ എല്ലാവരും വോട്ട് പിടിക്കാൻ വരാൻ ആഗ്രഹിക്കുന്നത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് വേണ്ടിയാണ്. ഞാൻ പറയുന്നു, ഇതുപോലൊരു ജെന്റിൽമാനെ ഈ മണ്ണ് കൈവിടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾക്ക് നിങ്ങൾ വാക്ക് തരണം. വാക്ക് തരുമോ? ഗ്രാമശ്രീയുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ വാക്ക് തരുമോ? ഇവിടെ പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളും ഈ ജനത തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. ഈ നാട്ടിലെ ജനങ്ങളുമായി വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത തരത്തിൽ സത്യസന്ധവും ആത്മാർത്ഥവുമായ ഒരു ബന്ധം വെച്ചു പുലർത്തുന്ന ഒരു പ്രതിനിധി. നിങ്ങൾക്കറിയാം, 2011-ലും 2016-ലും 2021-നും ശേഷം ഇപ്പൊ 26-ൽ അദ്ദേഹം ജയിച്ചു വരാൻ പോകുന്നത്. ഞാൻ ജൂനിയറാണ്, എന്റെ പ്രോട്ടോകോൾ അനുവദിക്കുന്നില്ല, ഞാൻ തീരുമാനം എടുക്കേണ്ടത് പെണ്ണെ ഇപ്പൊ തൊപ്പി വെച്ച് പോയതല്ലേ. താങ്ക് യു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ 11-ലും 16-ൽ നമുക്ക് കാലാവസ്ഥ എതിരായിരുന്നു, നിങ്ങൾ കൈവിട്ടില്ല. 21-ൽ കാലാവസ്ഥ നമുക്ക് ഭയങ്കര എതിരായിരുന്നു. തുടർച്ചയായി 2ാം തവണയും നമ്മൾ പരാജയപ്പെടുന്ന ഒരു ഘട്ടം കേരളത്തിൽ ആദ്യമായിട്ടുണ്ടാവുകയാണ്. നമ്മൾ കൈവിട്ടില്ല, നിങ്ങൾ കൈവിട്ടില്ല. പക്ഷെ ഇപ്പോ നമുക്കൊരു നല്ല കാലം വരാൻ പോകുന്നു. UDF-ന് ഒരു നല്ല കാലം വരാൻ പോകുന്നു. ഏറ്റവും മോശപ്പെട്ട കാലാവസ്ഥയിലും കൈവിടാതെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ ചേർത്ത് നിർത്തിയ പേരാവൂരിലെ ജനത, കൊട്ടിയൂരിലെ ജനത ഒരു നല്ല കാലം വരാൻ പോകുമ്പോ ഹൃദയത്തിലേക്ക് തലയിലെത്തി ഈ നാടിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് അയക്കാൻ പോകുമ്പോ ഒരു കാര്യം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉറപ്പാ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA വെറും MLA ആയിരിക്കില്ല. ഐക്യ ജനാധിപത്യ മുന്നണി നാട്ടിൽ അധികാരത്തിൽ വന്നാൽ ഈ മണ്ഡലത്തിന്റെയും കേരളത്തിന്റെയും വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിനെ ലീഡ് ചെയ്യുന്ന ഒരാളുടെ പേര് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആയിരിക്കും. അതിങ്ങനെ മുമ്പിൽ തൊട്ടടുത്ത് വന്ന് നിൽക്കും. 8 അല്ലേ? നാളെ 29, 30, 31 ഈ മാസം 3 ദിവസം കൊണ്ട് കഴിഞ്ഞു. എന്റെ പ്രസിഡന്റ് എത്ര പെട്ടെന്നാ സമയം പോകുന്നു. 3 ദിവസം കൊണ്ട് ഈ മാസം കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് അടുത്ത മാസം 1, 2, 3, 4, 5, 6 അത്രയും ദിവസം. 7-ാം തീയതി കൊട്ടിക്കലാശം, 8-ാം തീയതി സൈലന്റ് വർക്ക, 9-ാം തീയതി കോളിംഗ, അടുത്ത മാസത്തിൽ 6-ഉം ഈ മാസത്തിലെ 3-ഉം 9 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പോകുന്നത് ഈ പേരാവൂരിന്റെ വികസന കാലയളവിലെ ഏറ്റവും മികച്ച 5 വർഷങ്ങൾ. ആ 5 വർഷങ്ങളെ തെരഞ്ഞെടുക്കാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന ഈ ജനതയോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ പ്രസിഡന്റിനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിങ്ങൾ സഭയിലേക്ക് അയക്കണമേ എന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ദുർഭരണം അവസാനിപ്പിച്ചു കേരളത്തിന്റെ ജനങ്ങളുടെ ഭരണം വരുത്താൻ ഒരു അവസരം, ജനങ്ങൾ ജയിക്കുന്ന ഒരു അവസരം, അതിനെ UDF-നെ നയിക്കാൻ ഒരു അവസരം, അത് നിങ്ങൾ കൊടുക്കുമല്ലോ, അത് നിങ്ങൾ ഉറപ്പുവരുത്തുമല്ലോ, അത് നിങ്ങൾ വാക്കാണ് പറയണം. ഈ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ഒന്ന് വരാൻ വയ്യപ്പോ എല്ലാവർക്കും വലിയ ഇളക്കമൊക്കെ ആയിരുന്നു.
അയ്യോ ഇനി മത്സരം ഉണ്ടോ, കട്ട വെയിറ്റിംഗ്. അവസാനം കേരളത്തിൽ 140 നിയോജകമണ്ഡലങ്ങളിലും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മുന്നണി ഏതാ? കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളത് നമ്മുടെ ചില മാധ്യമങ്ങൾ, അവർക്കിപ്പോ കുറച്ചായിട്ട് ചില മറവി രോഗമൊക്കെ ഉണ്ട്. അതിന്റെ കാര്യവും കാരണമൊക്കെ നിങ്ങൾക്ക് അറിയാം. കയ്യം ഒടിഞ്ഞൊരു പ്ലാസ്റ്റർ ഇട്ടിട്ട് ആ പ്ലാസ്റ്റർ ഇട്ടതിനെ വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പിന്നെയും ആശുപത്രിയിൽ പോയപ്പോ അവിടുന്ന് അതൊക്കെ ഉണ്ടാവും പറഞ്ഞ് ആക്രോശിച്ച് തിരിച്ചയച്ചിട്ട് അവസാനം ആ കുട്ടിയുടെ കയ്യിൽ പഴുപ്പ് കയറിയിട്ട് 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യ് മുട്ടിന് താഴെ മുറിച്ചു മാറ്റേണ്ടി വന്നൊരവസ്ഥ ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ട് ആ കുരുന്നിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അതിനൊരു കൃത്രിമ കൈവച്ചു കൊടുക്കാൻ ഈ ഗവൺമെന്റ് എവിടെയെങ്കിലും ഒരു താല്പര്യം ഉണ്ടായോ? വീഴ്ച സംഭവിച്ചു, അത് അംഗീകരിക്കില്ല, നമ്പർ 1 ആണെന്ന് തള്ളണം. എന്നാ വീഴ്ച സംഭവിച്ചാൽ അതിന്റെ പരിഹാര നടപടിക്രമങ്ങൾ ചെയ്യില്ല. കാരണം അപ്പൊ വീഴ്ച സമ്മതിച്ചു എന്ന് അംഗീകരിക്കേണ്ടി വരും. എന്നിട്ട് ആ കുട്ടിക്ക് കൈവച്ചു കൊടുത്തത് KPCCയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ കുട്ടിക്ക് കൈവച്ചു കൊടുത്തത്. നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അങ്ങാടിയിൽ അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും കൊട്ടിയൂരിലും പേരാവൂരിലും കണ്ണൂരിലും ഒക്കെ മുതലാളിയുടെ വലിയ വലിയ ഹോർഡിങ്സ് വെച്ചിട്ടുണ്ടല്ലോ, ലോഡിംഗ് 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അതവിടെ ജനങ്ങളെ കാണുന്നതാണ് ഞങ്ങളുടെ ഒരു ആശ്വാസം. അതാണ് ഈ ലോഡ് ചെയ്യുന്നത് എന്നെങ്ങാനും ജനം കണ്ടാൽ അപ്പൊ തന്നെ ജനം തീരുമാനിക്കും, ഇല്ല വോട്ട് ഇത്തവണ UDF-നാണ് എന്ന് അപ്പൊ തന്നെ തീരുമാനിക്കും. എല്ലാം കഴിഞ്ഞിട്ടും പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അവരെന്നെ അങ്ങോട്ട് ജയിച്ചു വരട്ടെന്നൊക്കെ തീരുമാനിച്ച അയ്യനെ കട്ടാലും കവർന്നാലും പോലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് ഒരു മെസ്സേജ് ഒരു ഗവൺമെന്റിന് കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കില്ല. നിങ്ങൾ ആലോചിക്കുക, ഞാൻ പ്രസംഗം ധരിപ്പിക്കുന്നില്ലെങ്കിൽ 2 സ്ഥലത്തും കൂടെ മൈക്ക് ഓഫാക്കുന്നതിന് മുമ്പ് പോണെന്നാ പ്രസംഗം പറഞ്ഞിട്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോ പേരാവൂരിന്റെ വെളിച്ചം ഇതുപോലെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും വേണ്ടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, മറ്റൊന്നിന്റെ മുമ്പിൽ വിട്ടുകൊടുക്കാനുള്ളതല്ല. നമുക്ക്